ഇത്തരത്തിൽ മനോഹരമായ ഒരു അക്വേറിയം നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ. ഓരോന്നിൻ്റെ വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? മീനായിക്കോട്ടെ, മരമായിക്കോട്ടെ, അക്വേറിയം ആയിക്കോട്ടെ, ഓരോന്നിൻ്റെ വിലയും ഇത്തരത്തിലൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടപ്പോൾ എനിക്ക് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അക്വേറിയം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ കഴിഞ്ഞ സമയത്ത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൽ ഇത്തരത്തിലൊരു പ്രൊജക്ഷൻ പുറത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചാണ് ലാസ്റ്റ് അക്വേറിയം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു പ്രത്യേക സൈസ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ സുഹൃത്തായ പ്രവീണാണ് നമുക്കത് ഉണ്ടാക്കി തന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നീളം 28 ഇഞ്ചും വീതി 16 ഇഞ്ചും ഉയരം 30 ഇഞ്ചും ആയിരുന്നു. അപ്പോൾ 8mm ഗ്ലാസ് ഇട്ടും അല്ലെങ്കിൽ 10mm ഗ്ലാസ്സിലും ഉണ്ടാക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ 8mm ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 3850 രൂപയും 10mm ഗ്ലാസ് ആണെങ്കിൽ ഏകദേശം 4780 രൂപയും ചിലവ് വരുമായിരുന്നു. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം ഇവരുടെ വർക്ക്ഷോപ്പിൽ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇത്രയും വെയിറ്റുള്ള സാധനം ചുമന്ന് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, എവിടെയെങ്കിലും തട്ടിമുട്ടി പൊട്ടിപ്പോകാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ നമ്മളത് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവീണിൻ്റെ നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും അക്വേറിയം ഒക്കെ പ്രത്യേക സൈസിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രവീണിനെ സമീപിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് തരും. അതും കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അക്വേറിയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കണക്കൂട്ടേണ്ടത് അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി എത്ര എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ അക്വേറിയത്തിലേക്ക് പമ്പ് മേടിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൽ മെഡിസിനൊക്കെ ഇടുന്ന സമയത്തും അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അത് സെൻറ്റിമീറ്ററിൽ തന്നെ ചെയ്യുക. അതിന് 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ലിറ്റർ കിട്ടും. അപ്പോൾ നമ്മുടെ അക്വേറിയം എന്ന് പറയുന്നത് ഏകദേശം 28 ഇൻറ്റു 16 ഇൻറ്റു 29 ഇഞ്ചാണ്. 29 ഇഞ്ച് ഉയരം എന്ന് വെച്ചാൽ 30 ഇഞ്ചാണ് ഉയരമെങ്കിലും 1 ഇഞ്ച് നമ്മൾ വെള്ളം കുറച്ചേ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് 29 ഇഞ്ച് എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ 4 സ്ട്രിപ്പ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അടിയിൽ 2 മുകളിൽ 2 ആയിട്ട്. അതായത് ഇത്രയും വലിയ അക്വേറിയം കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ 4 സ്ട്രിപ്പ് കൊടുത്തത്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെല്ലാം സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 71.12 ഇൻറ്റു 40.64 ഇൻറ്റു 73.66 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2,12,900 സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് അത്രയും മില്ലി ലിറ്റർ ക്യൂബ്. അതിനെ 1000 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് ലിറ്റർ കിട്ടും 212 ലിറ്റർ. അതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി. അങ്ങനെ അക്വേറിയം ഒട്ടിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് ലീക്കൊക്കെ ചെക്ക് ചെയ്തു. ലീക്കൊന്നുമില്ല. അതിനുശേഷം നമ്മൾ അതിന് പുറകിൽ ഫിലിം ഒട്ടിച്ച് കൊടുക്കണം. ബ്ലാക്കാണ് നമ്മൾ തീമായിട്ട് എടുത്തത്. അത് ബ്ലാക്കോ ബ്ലൂവോ അല്ലെങ്കിൽ അതൊരു പിക്ചറോ കൊടുക്കാം. ബ്ലാക്ക് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതും ബ്ലാക്ക് കൊടുത്ത് ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അത്ര ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് എത്തിയാണ്. നമ്മൾ ആദ്യം മേടിക്കുന്ന ഡ്രിഫ്റ്റ് വുഡാണ്. ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ 2 സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മോഡലുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയമെടുത്ത് നമ്മൾ സെലക്ട് ചെയ്തൊക്കെ എടുത്താണ്. കുറച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 1 സെലക്ട് ചെയ്തത്. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു മോഡലാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ പലതാണ് ഡ്രിഫ്റ്റ് വുഡിൻ്റെ വില. ചില സ്ഥലങ്ങൾ 1 കിലോയ്ക്ക് 1000 രൂപയും ചില സ്ഥലങ്ങൾ 1 കിലോയ്ക്ക് 800 രൂപയും കിട്ടും. നമ്മൾ 800 രൂപ കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് ഇത് മേടിച്ചത്. ഈ ഒരു കൊമ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശിഖരങ്ങളായിട്ടും തോന്നും. അത് കമത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ വേരുകളായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലുള്ള സംഭവങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മേടിച്ച സ്ഥലം വെച്ചാൽ തമ്മനമാണ്. കടയുടെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് നല്ലപോലെ ഇത് വാഷ് ചെയ്തെടുക്കണം. കാരണം വർഷങ്ങളായിട്ട് കടയിൽ പൊടി പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തൊക്കെ ജീവികൾ അതിൽ മുട്ട ഇട്ടിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴുകാനായിട്ട് നമ്മളൊരു ടൂത്ത് ബ്രഷാണ് എടുത്തത്. ടൂത്ത് ബ്രഷാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അതിൻ്റെ ഇടയിലും അതിൻ്റെ ആ ഗ്രൂവിലൊക്കെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് പിന്നെ ഇത് 2 ദിവസം നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ അക്വേറിയത്തിൽ കാലങ്ങളോളം ഇടാളാണ്. അപ്പോൾ ഇത് അക്വേറിയത്തിൽ കിടന്ന് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ ഇതാവാതിരിക്കാൻ വേണ്ടി 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അക്വേറിയത്തിലേക്ക് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മളത് പെർഫെക്റ്റായിട്ട് കഴുകിയെടുത്തു. പിന്നെ നമ്മൾ ബ്ലാക്ക് സാൻഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ബ്ലാക്കാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ തീം. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് സാൻഡിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയം വലുതായതുകൊണ്ടും പിന്നെ നമ്മൾ പ്ലാന്റ് നേരിട്ട് നടാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടും കുറച്ചധികം ക്വാണ്ടിറ്റി വേണം. 20 കിലോളം വേണം. അപ്പോൾ ഏകദേശം 30 വെച്ച് 600 രൂപ വരും. അപ്പോൾ നമ്മളൊരു ചാക്ക് എടുത്തു 25 കിലോത്തിന്. അത് നമുക്കൊരു 550 രൂപ നമുക്ക് ചാക്ക് കിട്ടി. അപ്പോൾ പൈസ അങ്ങനെ നമ്മളവിടെ കുറച്ച് ലാഭിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു ചരിവ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചരിവിനേക്കാളും നല്ലത് നമുക്ക് സ്ക്വയറായിട്ട് തന്നെ തോന്നി. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് 2 ദിവസം വെള്ളത്തിൽ മുക്കി വെച്ച സാധനം നമ്മൾ എടുത്തൊന്ന് അക്വേറിയത്തിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അതിന് നമ്മൾ 2 റോക്ക് വേണ്ടി വരുന്നു. ആ റോക്കിനും ഈ പറഞ്ഞ പോലെ തന്നെ 1 കിലോയ്ക്ക് 800 രൂപയൊക്കെയാണ് അതിൻ്റെ വില വരുന്നത്. അങ്ങനത്തെ ഒരു കല്ലാണ്. അപ്പോൾ അതും നമ്മൾ മേടിച്ചു. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഡ്രിഫ്റ്റ് വുഡും ഈ റോക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അക്വേറിയത്തിൻ്റെ സെൻറ്ററിൽ ആദ്യം ഒരു റോക്ക് സെറ്റ് ചെയ്തു. ഫസ്റ്റത്തെ ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ ഇറക്കി വെച്ചു. മണ്ണിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലോക്കായിട്ട് നിന്നോളും. അടുത്ത ഡ്രിഫ്റ്റ് വുഡും അതനുസരിച്ച് തന്നെ ഒരു ഗ്യാപ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം റോക്ക് വെക്കുന്നു. പിന്നെ രണ്ടാമത് ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ചെടിയൊക്കെ നടാം കേട്ടോ. നമുക്ക് അതിന് പറ്റിയ ചെടികളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ നമ്മൾ സോയിൽ കുറച്ച് വളം ഉദ്ദേശിക്കുന്നുണ്ട്. ചെടി നടുമ്പോൾ അതിന് കുറച്ച് വളർച്ച കിട്ടാനായിട്ടുള്ള കുറച്ച് വളം. ഇതിന് ഏകദേശം 1 കിലോയ്ക്ക് 200 രൂപയ്ക്കാണ് വില വരുന്നത്. പല കമ്പനിക്കും പല വിലയായിരിക്കും. അപ്പോൾ നമ്മൾ ചെടി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ വളമിട്ടിട്ട്
അത് ലാസ്റ്റ് ഈ ഗ്രാവൽ തന്നെ വെച്ച് മൂടുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഇത് വളം ഡയറക്റ്റായിട്ട് വെള്ളത്തിലായിട്ട് കോണ്ടാക്ട് വന്നാൽ അത് പയ്യെ പയ്യെ വെള്ളത്തിൽ അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് അത് മൂടി കൊടുക്കുകയാണ്. അത് ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യം വലിയ കുഴപ്പമൊന്നും വരില്ല. പിന്നെ വെള്ളത്തിൽ കഴുകുമ്പോൾ, വളം കഴുകുമ്പോൾ വളരെ ലൈറ്റായിട്ട് കഴുകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൂടുതലും വെള്ളത്തിൽ അലിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ചെടി നടാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ കുഴി പോലെ എടുത്ത് അതിൽ വളമിട്ട് അത് വെച്ച് തന്നെ മൂടാണ്. ഇപ്പം നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അക്വേറിയത്തിൻ്റെ. ഇനി നമ്മൾ പല പല ചെടികളായിട്ട് അക്വേറിയത്തിലേക്ക് നടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൈ അവിടം വരെ എത്തുള്ളൂ, അക്വേറിയത്തിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ 2 സ്പൂണിൻ്റെ കയ്യിലും കമ്പിയൊക്കെ ആയിട്ടാണ് സംഭവം ചെടി നടുന്നത്. ചെടി നടാനുള്ള ഭാഗത്ത് ചെറിയൊരു കുഴി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ നമ്മൾ നടുന്ന ചെടി എന്ന് വെച്ചാൽ പെന്നിവേർട്ട് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അതായത് കോയിൻ പ്ലാന്റ് എന്നൊക്കെ നമ്മൾ പറയും. നല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റ് കിട്ടുന്നൊരു ചെടിയാണ്. അപ്പോൾ അത് നമ്മൾ കൈ എത്താത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കയ്യിലിൻ്റെ അറ്റം കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇതിന് പറ്റിയ ടൂൾസൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ലല്ലോ, നമുക്ക് കാര്യം നടന്നാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് സ്പൂണൊക്കെ വെച്ച് നമ്മൾ 4 സൈഡിൽ നിന്ന് മണ്ണിട്ട് കൊടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അക്വേറിയത്തിൻ്റെ ഒരു എഡ്ജിൽ നമ്മൾ ചെടി നടാനായിട്ട് ചെറിയ ചെറിയ കുഴികൾ, അതായത് നമ്മൾ ചെടി ഒറ്റയടിക്ക് കൈകൊണ്ട് നടാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ നടന്ന ചെടികളെല്ലാം തുടക്കക്കാർക്ക് പറ്റിയ ചെടികളാണ്. അതായത് വലിയ വിലയൊന്നും ഇല്ലാത്ത 30 രൂപ 40 രൂപ 50 രൂപ റേഞ്ചിൽ വരുന്ന ചെടികളാണ്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പെന്നിവേർട്ട്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നടന്നത് സ്റ്റാർ ഹോൺ അല്ലെങ്കിൽ ടെമ്പിൾ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടികളാണ്. ഇതെല്ലാം അധികം പരിചരണം ആവശ്യമില്ല, അത്യാവശ്യം ലൈറ്റും മാത്രം മതി. കൂടിയ ചെടികളൊക്കെ ഉണ്ട്, നമ്മൾ വെള്ളത്തിൽ CO2 ഒക്കെ ലയിപ്പിച്ച് ചെയ്യുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അക്വേറിയത്തിൻ്റെ പുറകിൽ വരുന്ന 2 മൂലയിൽ നമ്മൾ വാൽസേറിയ എന്ന് പറഞ്ഞൊരു ചെടി, അതായത് മലയാളത്തിൽ വാഴ എന്നൊക്കെ പറയും, പണ്ട് മുതലേ നമ്മൾ അക്വേറിയം കടകളിലൊക്കെ കണ്ടുവരുന്നൊരു ചെടിയാണ്. അതും ഒരുപാട് ലോങ് ലാസ്റ്റ് കിട്ടുന്നൊരു ചെടിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളിനി അക്വേറിയത്തിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പോവാണ്. വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മഗ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഓസ് മുട്ടിച്ച് വെച്ചാണ് ഒഴിക്കുന്നത്. 1-2 പ്രാവശ്യം മഗ് പൊങ്ങി പോന്നു, അപ്പോഴേക്ക് നമ്മൾ ഓസ് കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് ചെടികളൊന്നും ഇളകിപ്പോയില്ല. അതല്ല, ഈ ഓസിൻ്റെ പവർ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെടിയൊക്കെ പൊങ്ങിപ്പോരും, വെള്ളം കൂടുതലായിട്ട് കലങ്ങും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മീൻ ഇടാൻ സമയമായപ്പോൾ നമ്മൾ 4 മീനിനെ മേടിച്ചൊന്ന് സാമ്പിൾ ട്രയൽ അടിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇത്രയും വെള്ളത്തിൽ ഇത്രയും കാര്യങ്ങളും pH വാല്യൂം പല പല ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ മാറിക്കിടന്നു കഴിഞ്ഞാൽ മീൻ ചത്തുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് ട്രയൽ അടിക്കാൻ വേണ്ടി ഒരു 4 മീനിനെ മേടിച്ചു. നമ്മൾ വിഡോട്ടോ ട്രെയിനാണ് നമ്മൾ മേടിച്ചത്, വീടിനടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഒരെണ്ണത്തിന് 30 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്, 4 എണ്ണത്തിന് 120 രൂപയായി. 2 ദിവസം നമ്മൾ നിരീക്ഷിച്ചു, എന്തെങ്കിലും കാരണം കൊണ്ട് മീൻ ചത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ സാമ്പിളിനായിട്ടാണ് 4 എണ്ണത്തിന് മേടിച്ചത് കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ മീനിനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കൂടി ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് വൻ നഷ്ടം വരും. അങ്ങനെ അതുകൊണ്ട് 4 മീനിനെ മേടിച്ച് ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം നമ്മളൊരു ഹോൾസെയിൽ കടയിലേക്ക് പോയതാണ് കുറച്ചധികം മീനിനെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട മീൻ തന്നെയാണ് വിഡോട്ടോ ടെട്ര. അപ്പോൾ ഇതിൻ്റെ സൈസ് വെച്ച് ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 എണ്ണത്തിന് 110 രൂപയും 2 എണ്ണത്തിന് 30 രൂപയാണ്. നമ്മൾ ആദ്യം മേടിച്ച ലോക്കൽ ഷോപ്പിൽ ഒരെണ്ണത്തിന് 30 രൂപ ഉണ്ട്, ഇവിടെ 2 എണ്ണത്തിനാണ് 30 രൂപ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വലിയ സൈസ് തന്നെയാണെങ്കിൽ ജോഡി 40 രൂപയും 10 എണ്ണത്തിന് 150 രൂപ ഉണ്ട്. അത് എന്തുകൊണ്ടും വളരെ കുറഞ്ഞ വിലയാണ്. അപ്പോൾ നമ്മൾ 4 കളർ നോക്കി സെലക്ട് ചെയ്തു, അതായത് പച്ച, മഞ്ഞ, ഓറഞ്ച്, പർപ്പിൾ, അങ്ങനെ 4 കളറാണുള്ളത്. 4ഉം 10 എണ്ണം വെച്ചെടുത്തപ്പോൾ 40 പീസിന് നമ്മളങ്ങനെ എടുത്തു. 40 പിന്നെ കുറഞ്ഞു പോയ പോലെ തോന്നിയപ്പോൾ വീണ്ടും ഒരു 10 എണ്ണം കൂടി എടുത്ത് അങ്ങനെ 50 വിഡോട്ടോ ടെട്ര എടുത്തു. അപ്പോൾ 10 എണ്ണത്തിന് 150 രൂപ വെച്ച് 50 എണ്ണത്തിന് 750 രൂപ കിട്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് നിയോൺ ടെട്ര മേടിച്ചു, അത് 10 എണ്ണത്തിന് 130 രൂപ വെച്ച് നമ്മൾ 20 എണ്ണം മേടിച്ചു, അങ്ങനെ അതും 260 രൂപ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീനിൻ്റെ വില വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്സിജനൊക്കെ ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് അവർ കെട്ടിത്തരാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറച്ച് ഒരു ഡ്രിഫ്റ്റ് വുഡ്, ഒരു ചെറിയ ഡ്രിഫ്റ്റ് വുഡിൽ 3 അനൂബിയാസ് പ്ലാന്റൊക്കെ പിടിപ്പിച്ചുള്ള സാധനം 400 രൂപ അതിൻ്റെ വില, 350 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം, അത് കൊള്ളാം, നമുക്ക് വെക്കാനുള്ള ഒരു സ്പേസ് അക്വറിയത്തിലിട്ട്. അതുപോലെ തന്നെ ആ ഒരു വിലക്ക് എന്തുകൊണ്ട് ആപ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ 350 രൂപ മേടിച്ചു. പിന്നെ അനൂബിയാസിൻ്റെ ഒരു ചെടി മേടിച്ചു, ഡ്രിഫ്റ്റ് വുഡിൻ്റെ 2 അറ്റത്ത് പിടിപ്പിക്കാനായിട്ട്. അതൊരു ചെറിയ ചട്ടിയിൽ 2 തൈയുണ്ട്, അത് നമുക്ക് 200 രൂപ കിട്ടി, അതെന്തുകൊണ്ട് ലാഭമാണ്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് വെച്ചാൽ വളരെ ലാഭത്തിൽ അക്വേറിയവും മീനുകളെല്ലാം അതിൻ്റെ ആക്സസറീസ് എല്ലാം കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ 2100 രൂപക്ക് സംഭവങ്ങൾ ആ അക്വേറിയം കണ്ടോ. അതുപോലെ തന്നെ എല്ലാത്തിനും വില കുറവാണ്. ഇത് പാരറ്റ് എന്ന് പറഞ്ഞ ഫിഷാണ്, അത് പല കടകളിലേക്കാളും വില കുറവുണ്ട്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ അക്വേറിയം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് എറണാകുളം സൗത്തിലാണ്. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന മുറക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൊണ്ട് ഒന്ന് കണ്ടേക്കാം. അതുപോലെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ ഷോപ്പിൻ്റെ എൻട്രൻസിൽ തന്നെ അതിൻ്റെ തീറ്റയും അതുപോലെ പലതരത്തിലുള്ള മെഡിസിനും കാര്യങ്ങളുണ്ട്, അതും നമ്മൾ മേടിച്ചു. അതിൻ്റെ വിലയൊക്കെ ഞാൻ പുറകെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴുള്ള അവസ്ഥ ഇതാണ്. നമ്മുടെ വിഡോട്ടോ ടെട്രയും നിയോൺ ടെട്രയും കൂടി ഒരു പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര മീനുണ്ടെന്ന് അറിയാം ഒരു പാക്കറ്റിൽ? 50 വിഡോട്ടോ ടെട്രയും 20 നിയോൺ ടെട്രയും ഉൾപ്പെടെ 70 മീൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കണ്ടാൽ തോന്നില്ലെന്നുള്ള സംഭവം, അതിൻ്റെ അകത്ത് അത്ര സാധനമുണ്ട്. നമ്മുടെ അക്വേറിയം അത്രയും വലുതാണല്ലോ. പിന്നെ നമ്മൾ 3 സക്കർ ഫിഷിന് മേടിച്ചു, വൈറ്റിന് 30 രൂപയും ബ്ലാക്കിന് 20 രൂപയും, അങ്ങനെ അതിന് 70 രൂപയായി. അപ്പോൾ അങ്ങനെ നമ്മൾ അക്വേറിയത്തിലേക്ക് അത് ഇടാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഇടണതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അക്വേറിയത്തിൽ ഒറ്റയടിക്ക് എടുത്ത് ഇടരുത്. ഈ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ അക്വേറിയത്തിൽ ഇറക്കി വെച്ച് പാക്കറ്റിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും അക്വേറിയത്തിലെ ടെമ്പറേച്ചറും ഒരുപോലെ ആക്കണം, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ നമ്മുടെ ഈ മീൻ ഇട്ടപാട് നമ്മുടെ അടിയിലുള്ള 4 സാമ്പിൾ മീൻ മുകളിലോട്ടൊക്കെ പൊങ്ങി വീണുണ്ടെന്ന സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി പുതിയ ഗസ്റ്റുകളൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ സക്കറിൻ്റെ പാക്കറ്റും അതിലേക്ക് ഇറക്കി വെക്കുകയാണ്.
അതും പാക്കറ്റിൽ ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ടെമ്പറേച്ചർ കറക്റ്റ് ആക്കിയിട്ട് പയ്യെ കൂട് തുറന്ന് പയ്യെ മീൻ വിടാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് അത്ര ക്ഷമയില്ലാത്തത് കൊണ്ടും വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടും നമ്മൾ പാക്കറ്റ് പയ്യെ ചരിച്ച് അതിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തട്ടിപ്പോണ മീനൊന്നും അല്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അത്രയ്ക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മീനൊക്കെ ആണെങ്കിലാണ് നമ്മൾ അത്രയ്ക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഏത് മീൻ വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കും മേടിച്ച് വളർത്താൻ പറ്റിയൊരു മീനാണ്. അതുപോലെ ഭയങ്കര കളർഫുള്ളായിരിക്കും അക്വേറിയം. അങ്ങനെ നമ്മൾ അതിനെയും തുറന്നു വിട്ടു, നമ്മുടെ 3 സക്കറിനെയും തുറന്നു വിട്ട് നമ്മുടെ അക്വേറിയം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും അക്വേറിയം കുറേ മീനുകളൊക്കെ ആയിട്ട് നിറഞ്ഞു. പിന്നെയും നമ്മൾ കുറേ നാളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മീനുകൾ പോരാന്ന് തോന്നും, പിന്നെയും വേറെ ടൈപ്പ് മീനൊക്കെ മേടിക്കാൻ തോന്നും. ഇത് ബാക്ടീരിയല്ലോ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ്. അക്വേറിയത്തിലേക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിസിനാണ്. 5 ലിറ്ററിന് 1 മില്ലി എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ കാണിച്ചൊരു മണ്ടത്തരവും കൂടി ഇതിൻ്റെ ഒപ്പം പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 200 ലിറ്ററാണ് അക്വേറിയത്തിൻ്റെ. അപ്പോൾ ഏകദേശം ഒരു 40 മില്ലി മരുന്ന് ഒഴിക്കണം എന്നുള്ളതാണ് കണക്ക്, നമ്മൾ അവർ പറയുന്ന കണക്ക് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ 40 മില്ലി ഡയറക്റ്റ് എടുത്ത് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അതാണ് ഞാൻ കാണിച്ചൊരു മണ്ടത്തരം. അതായത് ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കപ്പിലോ മഗ്ഗിലോ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒഴിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ വീഴണൊക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഇനി ആ പമ്പും കൂടി ഓണായി കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് കലങ്ങി വരാനൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും 20 മില്ലി അല്ലേ ഉള്ളൂ, 40 മില്ലി വേണം നമ്മുടെ കണക്ക് പ്രകാരം. വീണ്ടും ഒരു 20 മില്ലിയും കൂടി ഒഴിക്കുകയാണ്. മണ്ടത്തരത്തിൻ്റെ പുറത്ത് വീണ്ടും മണ്ടത്തരം എന്ന് പറഞ്ഞ പോലെ 40 മില്ലി അങ്ങോട്ട് ഒഴിച്ച് കുറച്ചിടത്തേക്ക് ആ പമ്പും കൂടി അങ്ങോട്ട് ഓണാക്കി ഇത് മൊത്തത്തിൽ വെള്ളത്തിലൊന്ന് ലയിപ്പിക്കണമല്ലോ. അതിന് പമ്പും കൂടി ഓണായി കഴിഞ്ഞപ്പോഴേക്കും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ എല്ലായിടത്തും ആയി. മീൻ അസുഖമൊന്നും വന്ന് ചാവണ്ട എന്നുള്ളൊരു ദീർഘവീക്ഷണം കൊണ്ട് നമ്മൾ ചെയ്തു പോയ ഒരു മണ്ടത്തരാണ്. അതങ്ങാട് അലിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ അക്വേറിയം ഫുള്ള് പച്ചമയം. പിന്നെ ലൈറ്റിൽ പല 3 മോഡുണ്ട്. ഞാൻ 3 മോഡ് മാറ്റിയിട്ട് നോക്കി, ഏതെങ്കിലും മോഡിൽ കുറച്ച് മെന ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, ഫുൾ പച്ചപ്പാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടിരിക്കാനും പറ്റില്ല. കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സിൽ ആ പച്ച കളർ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തേച്ചൊരച്ച് കഴുകി ക്ലിയർ ചെയ്യേണ്ടി വരും. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അക്വേറിയത്തിൻ്റെ പകുതി വെള്ളം മാറ്റി പകുതി നല്ല വെള്ളം കയറ്റി. എന്നിട്ടും പച്ചപ്പിനൊന്നും കാര്യമായിട്ടുള്ള കുറവൊന്നുമില്ല. പിന്നീട് നമ്മളൊരു 3/4 ഭാഗം വെള്ളം മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പഴയ പോലെ തന്നെ ആക്കിട്ടോ. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീണ്ടും മീനുകളെ മേടിച്ചിടാൻ തോന്നും. നമ്മൾ കുറച്ച് ഗോൾഡ് ഫിഷിനെ മേടിച്ചിട്ടു, പിന്നീട് കുറച്ച് 2-3 ഏഞ്ചലിനെ മേടിച്ചിട്ടു. അതൊക്കെ ഞാൻ പുറകെ വീഡിയോ ഇട്ടേക്കാം. ഇപ്പോൾ ഈ ഡ്രിഫ്റ്റ് വുഡ് കണ്ടോ, കാലിയാണ്. പ്രത്യേകിച്ച് ഡ്രിഫ്റ്റ് വുഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന് നമ്മൾ അനൂബിയാസിൻ്റെ ഒരു ചെടിയും അതുപോലെ ജാവ മോസൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടി. അപ്പോൾ അത് അങ്ങനത്തെ വീഡിയോസൊക്കെ പുറകെ വരും. അക്വേറിയത്തിൽ ഫിൽറ്റർ വെച്ച വീഡിയോ പുറകെ വരും, മോസ് പിടിപ്പിച്ചത് വരും. അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിൽ എത്ര ചിലവ് വന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പല സ്ഥലത്ത് ഞാൻ സൂചിപ്പിച്ച ഓരോന്നിൻ്റെ വില. ഇനി മൊത്തത്തിൽ എത്ര വന്നു എന്നുള്ളത് ഞാൻ പുറകെ ഒന്ന് കാണിക്കാം. നമ്മുടെ അക്വേറിയത്തിന് വില വന്നത് 4780 രൂപയാണ്. പിന്നെ ബ്ലാക്ക് സ്റ്റിക്കർ നമ്മൾ പുറകിൽ ഒട്ടിച്ചത് 4 സ്ക്വയർ ഫീറ്റിന് 160 രൂപ. ബേസിലിട്ട സാൻഡിന് നമുക്ക് 550 രൂപ. പിന്നെ നമ്മൾ വളം മേടിച്ചതിന് ഫെർട്ടിലൈസറിന് ഏകദേശം 200 രൂപ. പിന്നെ 2 റോക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട്, അതായത് 2 നമുക്ക് 800 രൂപയായി. ഡ്രിഫ്റ്റ് വുഡ് 1.2 കിലോഗ്രാമിൻ്റെ 2 പീസ് എല്ലാം കൂടി അപ്പോൾ 800 രൂപ വെച്ചിട്ട് 960 രൂപ. പിന്നെ പ്ലാന്റ്സ് നമ്മൾ 30 രൂപയുടെ 6 മേടിച്ചപ്പോൾ 180 രൂപ. പിന്നെ സ്മോൾ ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ കാണിച്ചായിരുന്നു വീഡിയോയിൽ, ചെറിയ പ്ലാന്റൊക്കെ പിടിപ്പിച്ച്, അത് 350 രൂപ. അനൂബിയാസിൻ്റെ ഒരു ചെടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡ്രിഫ്റ്റ് വുഡിൽ പിടിപ്പിക്കാൻ വേണ്ടി, അതിന് 200 രൂപ. ജാവ മോസ് ഡ്രിഫ്റ്റ് വുഡിൽ പിടിപ്പിക്കാൻ വേണ്ടി മേടിച്ചത് 150 രൂപ. പിന്നെ അതിലേക്ക് വേണ്ട മെഡിസിൻ 60 രൂപ, ഫുഡ് 100 രൂപ. പിന്നെ അക്വേറിയത്തിലേക്ക് വേണ്ട ഫിൽട്രേഷൻ യൂണിറ്റ് പമ്പ് മേടിച്ചതിന് 750 രൂപയായി. അതിലേക്ക് വേണ്ടി ചാർക്കോൾ 200 രൂപ മേടിച്ചു. സിറാമിക് റിങ്സ് നമ്മൾ 200 രൂപ മേടിച്ചു. ലൈറ്റ് 850 രൂപയായിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് ഫിഷിൻ്റെ വിലയാണ്. നമ്മൾ ആദ്യം സാമ്പിളിന് വേണ്ടി മേടിച്ചിട്ട മീൻ 4 എണ്ണത്തിന് 120 രൂപയായിട്ടുണ്ടായിരുന്നു. വീഡോ ടെട്ര പിന്നെ നമ്മൾ മേടിച്ചത് 50 എണ്ണം മേടിച്ചത് 15 രൂപ വെച്ചിട്ട് 750 രൂപ. നിയോൺ ടെട്ര 20 എണ്ണം മേടിച്ചത് 13 രൂപ വെച്ചിട്ട് 260 രൂപ. സക്കർ 3 എണ്ണം മേടിച്ചത് 70 രൂപ. പിന്നെ ഗോൾഡ് ഫിഷ് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മേടിച്ചിട്ട് 10 എണ്ണം, അതെല്ലാത്തിനും കൂടി 350 രൂപയായി. അങ്ങനെ ടോട്ടൽ നമ്മുടെ 12,040 രൂപ നമുക്ക് ചിലവ് വന്നു ഇത്തരത്തിലൊരു അക്വേറിയം സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒറ്റയടിക്ക് 12,000 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വായ പൊളിക്കുക ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യേണ്ട. കാര്യം നമ്മുടെ അക്വേറിയം അത്രയും വലുതാണ്. നിങ്ങളുടെ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ അക്വേറിയത്തിന് ഇത്രയും വില വരണമെന്നില്ല. കാര്യം അക്വേറിയത്തിൻ്റെ സൈസ് ചെറുതാകുമ്പോൾ വിലയിൽ വ്യത്യാസം വരും. അതുപോലെ അക്വേറിയത്തിൻ്റെ തിക്നെസ്സുള്ള ഗ്ലാസ് നമ്മൾ 10 mm തിക്നെസ്സുള്ള ഗ്ലാസ്സാണ് ഇട്ടത്. അപ്പോൾ ഒരു 6 mm ഗ്ലാസ്സൊക്കെ ഇട്ടത് ചെറിയ അക്വേറിയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് റേറ്റ് വളരെ വ്യത്യാസം വരും, വളരെ കുറയും. അതുപോലെ സാൻഡ് നമ്മൾ 25 കിലോ മണ്ണാണ് നമ്മൾ അടിയിലിട്ടത്, അത്രയും ചെറിയ അക്വേറിയം അത്രയും വേണ്ട. അപ്പോൾ അതിന് റേറ്റ് കുറയും. പിന്നെ നമ്മൾ വില കൂടിയ മീനുകളല്ല, സാധാരണ മീനുകളും എണ്ണം കുറച്ചൊക്കെ മേടിക്കുമ്പോൾ അതിന് പിന്നെയും റേറ്റ് കുറയും. അങ്ങനെ ഈ അക്വേറിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഒരു അക്വേറിയം, ചെറിയൊരു അക്വേറിയത്തിന് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ അക്വേറിയം ആയതുകൊണ്ട് വെള്ളം മാറ്റലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷനും എയറേഷനൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അക്വേറിയത്തിൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡ്രിഫ്റ്റ് വുഡിൽ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തു, അതുപോലെ ജാവ മോസൊക്കെ പിടിപ്പിച്ചു, പുല്ലൊക്കെ പിടിപ്പിച്ചെടുത്തു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോയും പുറകെ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ആ മീൻ മേടിക്കാൻ പോയ ഹോൾസെയിൽ ഷോപ്പിൽ ഒരുപാട് വില കുറവുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും അതിൻ്റെ അക്വേറിയം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം കാണിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകളെല്ലാം ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ലിങ്കുകളെല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ
അതുപോലെ നമ്മൾ ഇതിനനുസരിച്ചൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്വേറിയമായിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.